ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും വാട്സപ്പും ഒക്കെ അരങ്ങുവാണിരുന്ന മലയാളിയുടെ സോഷ്യൽ മീഡിയ ലോകത്ത് ഏറ്റവും ഒടുവിലെത്തിയ അതിഥിയാണ് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ശബ്ദത്തിൻ്റെ സാധ്യതകൾ മാത്രം ഉപയോഗിച്ച് മുന്നേറുന്ന ക്ലബ് ഹൗസ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ഡൗൺലോഡ് ചെയ്യുന്നത്. ആർക്കും എന്തും സഭാ കമ്പമില്ലാതെ സംസാരിക്കാനുള്ള ഒരു ഇടം, ചർച്ച ചെയ്യാനൊരിടം, സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ പങ്കുവെക്കാനൊരിടം. ആ നിലയിൽ മലയാളിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ. എന്നാൽ ഇതിനിടയിൽ വർഗീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും പ്രണയാഭ്യർത്ഥനകളുടെയും ഒക്കെ തെറ്റായ വഴികൾ തുടരുന്ന ക്ലബ് ഹൗസ് ചർച്ചകൾ ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ടായിരുന്നു. ക്ലബ് ഹൗസിനെ ഇരു കൈ നീട്ടി മലയാളി സ്വീകരിക്കുമ്പോഴും ക്ലബ് ഹൗസിന് മുന്നിലൊരുക്കുന്ന ചതിക്കുഴികൾ നമുക്ക് അവഗണിക്കുവാൻ സാധിക്കുകയില്ല. ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു റിട്ടയർഡ് SP അഡ്വക്കേറ്റ് KM ആന്റണി IPS, സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീ രാഹുൽ ഈശ്വർ, മാധ്യമപ്രവർത്തകൻ ശ്രീ അരുൺ ടോം, യുവജന പ്രതിനിധി ആഷ്ലി ഫ്രാൻസിസ്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങ് എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വരുമ്പോൾ തന്നെ അതിൽ ഇടപെടുന്ന, അവിടെ കുറേ ഫോളോവേഴ്സിനെയൊക്കെ അങ്ങ് സൃഷ്ടിക്കുന്ന ആളുകൾ കൂടി, നേടിയെടുക്കുന്ന ആൾ കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു 2 ആഴ്ച കാലത്തെ ക്ലബ് ഹൗസിലെ ജീവിതം? എന്തൊക്കെയാണ് അങ്ങേക്ക് നൽകുന്ന സന്ദേശങ്ങൾ? എന്തൊക്കെയാണ്? എങ്ങനെ നോക്കി കാണുന്നു ഈ പുതിയ സാധ്യതയെ? ശ്രീ നിതിൻ, വളരെ വളരെ പ്രസക്തമായ ടോപ്പിക്കാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ എല്ലാം ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, സമൂഹത്തിൽ, വിദ്യാഭ്യാസത്തിൽ, പരസ്പര ബന്ധങ്ങളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ്. നമുക്ക് എല്ലാം അറിയാം, ഓർക്കുട്ടിലായിരുന്നു നമ്മളെല്ലാം തുടങ്ങിയത്. ഓർക്കുട്ടും അതിന്റെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫേസ്ബുക്ക് വന്നു, ട്വിറ്റർ കുറെ കൂടെ ശക്തമായി, യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾ കുറെ കൂടെ ശക്തമായി. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിലനിൽക്കും. വ്യക്തികളുടെ അഭിപ്രായത്തിനാകട്ടെ, വ്യക്തികളുടെ ആ കവിതകൾ എഴുതാനാകട്ടെ, എന്തിനാണെങ്കിലും ഇത് വലിയൊരു സ്പേസ് ആണ്. അപ്പൊ എന്നെയും കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തു. ആദ്യം എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നീട് ഇത് വലിയൊരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആയിട്ട് മാറുന്നതായി കാണുകയുണ്ടായി. അങ്ങനെയാണ് കയറിയത്. അപ്പം കുറച്ച് നല്ല ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റി. പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് പോലും എനിക്ക് തോന്നുന്നു 4 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ശ്രീ VT ബൽറാം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അങ്ങനെ ഐഷ സുൽത്താൻ, അങ്ങനെ 2-3 പേര് പ്രധാനപ്പെട്ട വ്യത്യസ്ത ലക്ഷദ്വീപിനെ കുറിച്ച് നിലപാട് പറയുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ച. അപ്പൊ ഏഷ്യാനെറ്റിനെ പോലെ ഒരു മുത്തശ്ശി മാധ്യമം അല്ലെങ്കിൽ പ്രമുഖ മാധ്യമം അടക്കം ഇതിലേക്ക് വരുന്നത് ഇതിന്റെ അനന്ത സാധ്യതകളെ കണ്ടുകൊണ്ടാണ്. ചായ മുറിയിലെ ചർച്ചകളോ ചായക്കടയിലെ ചർച്ചകളോ ഒക്കെ ഈ ശബ്ദത്തിന്റെ, അങ്ങ് വളരെ ശരിയായി പറഞ്ഞതുപോലെ, ശബ്ദത്തിന്റെ ഒരു സാധ്യതകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്ററാക്ട് ചെയ്യുന്ന സ്പേസ് വളരെ കൗതുകം ഉണർത്തുന്നതാണ്. ഇനി കുറച്ചു കാലം ഇതൊരു ട്രെൻഡായി തന്നെ തുടരുന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല പാക്കേജിംഗ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ക്ലബ് ഹൗസിലെ ചർച്ചകൾ നമുക്ക് ഗുണം പകരട്ടെ. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ട്, അത് നോൺ മോഡറേറ്റഡ് ആണ്. എക്സ്ട്രീം വ്യൂസ് വരാം, ഒരുപാട് വൾഗാരിറ്റി വരാം. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. അത് ഗ്രാവിറ്റേറ്റ് ചെയ്യും. ഒരു മോഡറേഷൻ, ഒരു കൈൻഡ് ഓഫ് സന്തുലിതമായ നീക്കവും സംഭവിക്കും. അത് ഓട്ടോമാറ്റിക്കലി തന്നെ സംഭവിക്കും. കുറെ കൂടെ ഇപ്പൊ നമ്മുടെ കേരള പോലീസ് നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് അത് പോസിറ്റീവായി സംഭവിക്കും. എന്നാലും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എല്ലാവരും അത് ഉപയോഗിക്കണം. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ അരുൺ ടോം, അങ്ങ് ഈ ക്ലബ് ഹൗസിനെ കുറിച്ച് അങ്ങ് ദീപിക പത്രത്തിൽ എഴുതിയൊരു ആർട്ടിക്കിൾ, അത് ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. അങ്ങ് ക്ലബ് ഹൗസിന്റെ പല ചാറ്റ് റൂമുകളിലും കയറി ഇറങ്ങി അവിടുത്തെ ഓരോ പൾസും ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടാണ് ആ ലേഖനം എഴുതിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു സമീപ ദിവസങ്ങളിലെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കുന്ന പോയിന്റ് എന്തൊക്കെയാണ്? ഈ നിഷ്കളങ്കമായിട്ടുള്ള തുറന്ന സംവാദങ്ങൾ എന്നൊക്കെ അപ്പുറമായിട്ട് അതിന് വിടുന്ന ചർച്ചാ മുറികളൊക്കെ ഏറി വരുമ്പോൾ അതൊരു ആശങ്കയായിട്ട് തന്നെ മാറുന്നില്ലേ ശ്രീ അരുൺ? ക്ലബ് ഹൗസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമുക്ക് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് ചർച്ചകൾ നടത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ക്ലബ് ഹൗസ്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇതിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ചിന്തയിലുള്ള കുറെ ആളുകൾ ഇതിന്റെ അകത്ത് കയറി. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു പൂന്തോട്ടത്തിലേക്ക് സെക്യൂരിറ്റി ഇല്ലാതെ ഇരിക്കുമ്പോൾ ഓടിയ ആളുകൾ കയറുന്ന പോലെ കുറെ ആളുകൾ പൂ പറിച്ചെടുക്കും, കുറെ ആളുകൾ ചെട്ടി അത് മൊത്തം കൊണ്ടുപോകും, കുറെ ആളുകൾ അത് ആസ്വദിക്കും. ആ ഒരു ലെവലിലോട്ടാണ് ഇപ്പോൾ ക്ലബ് ഹൗസ് പോകുന്നത്. പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആളുകൾ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലും ഒരു പണി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് കയറുന്ന ആൾക്കാരാണ്. അപ്പൊ ആദ്യത്തെ ഈ ആൻഡ്രോയിഡിലോട്ട് വന്ന് 21-ാം തീയതി മുതൽ ഇവിടെ വന്ന സമയത്ത്
വളരെ മനോഹരമായിട്ടുള്ള നല്ല ചർച്ചകളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഒരു പെട്ടെന്ന് ഒരു 30-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്നൊരു ആളുകൾ ഇടിച്ചു കയറിയില്ല. ആ സമയത്താണ് ഈ പറയുന്ന യൂത്ത് എല്ലാം കയറിയിട്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് ഇതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലായപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരോ റൂമുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് പെൺകുട്ടികളെ എന്താ വരുത്താവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാം, എന്താ പറയാ, പ്രപ്പോസൽ ഹൗസുകൾ അല്ലേ? അതെ. അങ്ങനെ ആ രീതിയിലോട്ട് ഇതിന്റെ മൊത്തത്തിലുള്ള സംഭവം മാറ്റി. പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൈങ്കിളി സെറ്റപ്പിലോട്ട് മാറി. അത് സീരിയസ് ആയിട്ടിരുന്ന ഒരു റൂം, അതായത് പൈങ്കിളി രീതിയിലോട്ട് മാറ്റാണ് ഇവർ ശരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് ഈ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ലോക്ക്ഡൌൺ തീർന്നു കഴിഞ്ഞ ശേഷമാണ് ശരിക്കും എന്തായിരിക്കും ക്ലബ് ഹൗസിന്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേനും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ ആള് ഈ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഓരോരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി കഴിയുമ്പോഴത്തേനും, പഠനമൊക്കെ ആയി മാറി കഴിയുമ്പോഴത്തേനും ഒരുപക്ഷെ ഇപ്പൊ കാണുന്ന അത്ര പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഇത്തരം ക്ലബ് ഹൗസിൽ ഈ ബ്ലാക്ക് മാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസം പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, ചാറ്റുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊക്കെ ശരിക്കും ഈ കുഞ്ഞു കുട്ടികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും ഒക്കെ അത് വലിയ ഒരു മോശമായൊരു സ്വാധീനത്തിലേക്ക് എത്തുകയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഇതിന്റെ ഒരു ക്ലബ് ഹൗസിന്റെ വേറൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഇന്ന ഏജിലുള്ള ആൾക്ക് ഇതിനകത്ത് കയറാമുള്ളൂ എന്ന് ഇല്ല. ചെറിയൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് അക്കൗണ്ട് എടുത്തിട്ട് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ അക്കൗണ്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് കയറാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ അത് പറഞ്ഞ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതുപോലെ ബാക്ക് മാസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ കുട്ടിക്ക് കയറാൻ പറ്റും. കയറി കഴിഞ്ഞാൽ അവൻ വഴി തെറ്റി പോകുന്ന വീട്ടുകാർക്ക് അറിയണമെന്നില്ല. കാരണം വെച്ചാൽ ഈ ക്ലബ് ഹൗസിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പാട്ട് കേൾക്കുന്ന പോലെ ഈ സാധനം ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റും. അപ്പൊ ആളുകൾ വിചാരിക്കും എന്താ നമ്മൾ പാട്ട് കേൾക്കുമെന്ന് വിചാരിക്കും. പക്ഷെ സത്യത്തിൽ അവൻ ക്ലബ് ഹൗസിൽ റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര അപകടമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അപ്പം മാതാപിതാക്കൾ ശരിക്കും നമ്മൾ പിള്ളേരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ പറയണ ബ്ലാക്ക് മാസ് പോലുള്ള ആളുകൾ പറഞ്ഞാൽ ഇവർ ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് വെച്ചാല് ഇപ്പം എന്താ പറയുക, മരണശേഷം എന്താണ്, അല്ലെങ്കിൽ പ്രേതത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവരോട് സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങി അങ്ങനെയുള്ള ഹെഡിങ്ങിൽ വെച്ചിട്ട് റൂമുകൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം ഒരു പ്രത്യേക സമയമുണ്ട്. അതിപ്പം രാത്രി എല്ലാ ആളുകളും ഇടിച്ചു കയറും. ഇപ്പൊ 2000 പേര് ഒരു റൂമിലുണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ പതുക്കെ ഇറങ്ങി തുടങ്ങും. 12 മണി കഴിയുമ്പോഴത്തേനും ഇതിനെക്കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആളുകളുടെ എണ്ണം കുറഞ്ഞ് ഏകദേശം എനിക്ക് 20 അല്ലെങ്കിൽ 10 അത്ര ആളുകൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന്റെ അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് പിന്നെ ഈ പറയുന്ന ബ്ലാക്ക് മാസ് കാര്യങ്ങളെ കുറിച്ച്, അത് നമ്മള് ബ്ലാക്ക് മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടൊരു സാധനമുണ്ട്, ഈ പറഞ്ഞ ബൈബിൾ എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ തലകൊട്ടിക്കൊണ്ട് പോവുക, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ ശരിക്കും അതല്ല അവിടെ നടക്കുന്നത്. അല്ലാണ്ട് ഇവരുടെ നിയമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇവരെ സംസാരിക്കും. അപ്പൊ ആരാണെങ്കിലും അത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് കൊള്ളാലോ, ചെറുത്താനെ കുറിച്ചൊന്നും ഇവർ പറയുന്നില്ലല്ലോ എന്ന് അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഇവര് വേറൊരു രീതിയിലാണ് ഇപ്പം ഈ ബ്ലാക്ക് മാസ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളും അതിനിടയിൽ ഉണ്ട് എന്നൊരു വാദമാണ് ശ്രീ അരുൺ ടോം ഇവിടെ ഉന്നയിക്കുന്നത്. കുമാരി ആഷ്ലി, എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയെ അങ്ങ് കാണുന്നത്? ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രപ്പോസൽ ഹൗസുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയുണ്ട്. അത് വെച്ചാൽ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടമല്ല ഈ പറയുന്ന മാധ്യമം എന്നൊക്കെ നിലയിലുള്ള ഒത്തിരി പോസ്റ്റുകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒത്തിരി ചർച്ചകൾ നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു എഗെയിൻസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് സ്ത്രീകൾക്ക് ഒട്ടും പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ എന്നെ വളർത്തിയത് സോഷ്യൽ മീഡിയ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് തരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ സാറും അതുപോലെ മുന്നേ സംസാരിച്ച അദ്ദേഹമൊക്കെ പറഞ്ഞത് ഇതിന് പോസിറ്റീവ് സൈഡ് ഉണ്ട് ഒരുപാട്, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശമുണ്ട്. ഇതിൽ കൂടുതലും പെൺകുട്ടികളെയാണ് ഇവർ എയിം ചെയ്യുന്നത് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പ്രപ്പോസൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ DP നോക്കി പറയാം, ക്രഷ്, അങ്ങനെ ഒരുപാട് പേരിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാം അവർ അൾട്ടിമേറ്റ് ആയിട്ട് എയിം ചെയ്യുന്നത് പെൺകുട്ടികളെയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇടിച്ചു കയറി വരും ആ ഗ്രൂപ്പിലോട്ട്. പിന്നെ അതുപോലെ തന്നെ അതേസമയം സ്വന്തം അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ തുറന്നു പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർ ഒരു സ്വന്തമായിട്ടൊരു വോയിസ് ഉള്ള പെൺകുട്ടികളുണ്ട്. അവരെ എനിക്ക് തോന്നുന്നു സമൂഹത്തെ പേടിക്കാതെ അവർക്ക് പറയാനുള്ളതെല്ലാം അവർ തുറന്നു പറയുന്നുണ്ട് സെയിം ടൈം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി പേഴ്സണലൈസ്ഡ് ആയി പോകുന്നു. നമ്മൾ ക്ലബ് ഹൗസിൽ ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ Instagram ID ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവരുടെയും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്.
ആഡ് ചെയ്യാതിരിക്കാം, ചെയ്യണ്ടായിരിക്കാം, അത് അവര് സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ ആർക്ക് വേണമെങ്കിലും അവരെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. അത്തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസിലേക്കൊക്കെ നീണ്ടുപോകുന്നുണ്ട്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ ഒരു അനുഭവം, ഞാൻ ഒരു ഗ്രൂപ്പിന്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, വളരെ പ്രസിദ്ധമായ ഒരു സംഘടനയുടെ പേരിൽ വളരെയധികം ചർച്ചകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ അവരുടെ ഉദ്ദേശം അജണ്ട നല്ലതായിരിക്കുമെന്ന് കരുതി ഞാൻ അതിൽ ലിസണർ ആയിട്ടിരുന്നു. അവരെന്നെ സംസാരിക്കാൻ ഇൻവൈറ്റ് ചെയ്തപ്പോ സംസാരിച്ചു. അതിൽ നിന്ന് എനിക്ക് പേഴ്സണലായിട്ട് കുറെ ത്രെട്ടനിങ് ഒക്കെ വന്നു, ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് കെ എം ആന്റണി IPS, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാധ്യമം വളരെ വൈറലായ സമയത്ത് കേരള പോലീസ് തന്നെ ഒരു നോട്ടീസ് അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇറക്കുകയുണ്ടായി. ക്ലബ് ഹൗസിൽ ജാഗ്രത വേണം, തീർച്ചയായിട്ടും കേരള പോലീസിന്റെ സാന്നിധ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ കാണും, അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വിജിലന്റ് ആയിട്ട് ജാഗ്രതയോടെ മാത്രമേ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്നൊരു അറിയിപ്പ് ഒടുവിൽ കേരള പോലീസ് തന്നെ ഈ വിഷയത്തിൽ ഇറക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന പല സംഭാഷണങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. എക്സ്ട്രീം ഗ്രൂപ്പുകളുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഈ പറയുന്ന പോലുള്ള വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ധാരാളം നിയമലംഘനങ്ങൾ, IT ആക്ട് ഉൾപ്പെടെയുള്ള ആക്ടുകളുടെ ലംഘനങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിയമപരമായിട്ടും ചില വശങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ ഇത് പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിപ്പോൾ ഈ കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇതുവരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം കാലത്തിനല്ലേ ആളുകൾക്ക്, വീട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉതകുന്ന രീതിയിൽ, അല്ലെ അവർക്ക് ഏറ്റവും കൂടുതൽ അഭികാമ്യമാകുന്നത് അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ള നിലയ്ക്കുള്ള ഒന്നാണ് ഇപ്പോൾ ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സംഭാഷണം മാത്രമേ ഉള്ളൂ എങ്കിലും അത് എല്ലാ പരിധികളും വിട്ട്, ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാത്തിനും നല്ല വശങ്ങളുണ്ട്. ഇതിനെ നല്ലതായി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വശങ്ങൾ തന്നെയാണ് എല്ലാം. അത് വളരെയധികം നല്ല കാര്യങ്ങൾ ഇതും ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോഴും അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോഴും ശരിക്കും ആളുകൾ ബോറടിച്ചിരിക്കുകയാണ്. ഇപ്പം മറ്റ് യാതൊരുവിധ ആക്ടിവിറ്റീസും ഇല്ല. മലയാളികൾ പെട്ടെന്ന് ഇതിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും അതൊന്നും തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അടുത്ത ആഴ്ചകളായിട്ടാണ് നമ്മൾക്കിപ്പോൾ ഇതൊരു സംഭാഷണമായിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചയായിട്ടോ വന്നിരിക്കുന്നത്. നിയമം എല്ലാ ഓഫൻസിനും ഒരുപോലെ തന്നെയാണ്. അതിനെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും IT ആക്ട് ആണെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അതല്ലെങ്കിൽ IPC-യിലുണ്ട്, അതല്ലെങ്കിൽ KP ആക്ട്, കേരള പോലീസ് ആക്ടിലുണ്ട്, എല്ലാ വകുപ്പുകളുമുണ്ട്. ഇത്തരത്തിലുള്ള മിസ്യൂസുകൾക്കെല്ലാം അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകളെല്ലാം ഉണ്ട്. എന്നിരുന്നാലും മിസ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം. ഇന്നത്തെ യൂത്ത് എല്ലാം സോഷ്യൽ മീഡിയ വഴി വളർന്നു വരുന്നവരാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇന്നിപ്പോൾ സമൂഹത്തിൽ എത്രമാത്രമുണ്ട്. അത് ചെറുപ്പക്കാരിൽ മാത്രമല്ല, പ്രായമുള്ള എല്ലാവരിലും, സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരിലും അത് വന്നു കഴിഞ്ഞു. അപ്പം നമുക്കതിനെ കണ്ടില്ല എന്ന് നടിച്ച് നിൽക്കാനോ അതല്ലെങ്കിൽ അത് പാടില്ല അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തണമെന്ന് പറയാനോ നമുക്ക് സാധിക്കില്ല. ഇതിനെയെല്ലാം റെഗുലേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും തിരിച്ചു വരാം. ശരി, രാഹുൽ ഈശ്വർ, ഇവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, ഈ ക്ലബ് ഹൗസിന്റെ സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളതാണ്. അങ്ങ് കാണുന്ന ഏറ്റവും വലിയ സാധ്യത എന്തായിരിക്കാം? ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുപോലെ 5000 പേര് പങ്കെടുത്തൊരു ചർച്ചയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, പുത്തിരിക്കണ്ടം മൈതാനത്ത് ഞാൻ സംസാരിക്കുന്നത് തോന്നുന്നു, കാരണം ഇത്രയും ആൾക്കാരോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തെ പോലും അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളെ പോലും ഒരു പക്ഷേ മാറ്റിമറിക്കാൻ തക്കവണ്ണം സജ്ജമാകുന്ന ഒരു സാധ്യത ഈ ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, അങ്ങനെ പല മേഖലകളിൽ. എങ്ങനെയാണ് ഇതിന്റെ ഒരു സാധ്യത, ഇതിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുക, ഈ സാധ്യതകൾ? ആധുനിക കാലത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്, അതായത് ഏകദേശം 3 നൂറ്റാണ്ട് മുമ്പ് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് ലോകത്തെ മാറ്റിമറിച്ചത്. ഇന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഒരു ഇൻഫർമേഷൻ റെവല്യൂഷനോ ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷനോ ഭാഗമായിട്ടാണ്. ഇതിന്റെ സാമൂഹിക മാനദണ്ഡങ്ങളിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോഷ്യൽ നറേറ്റീവ്സ് ആകട്ടെ, മാധ്യമങ്ങളാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, കോടതികളാകട്ടെ, ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ വാർഫെയർ.
അമേരിക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻഫർമേഷൻ വാർഫെയർ ആണ്. കുറച്ചുകൂടെ വിപുലപ്പെടുത്തി പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വാർഫെയറിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക വിവരം കാണും, ആ വിവരത്തിനൊരു വ്യാഖ്യാനം കാണും. എന്റെ വ്യാഖ്യാനം വേറെ ആയിരിക്കും, അങ്ങയുടെ വ്യാഖ്യാനം വേറെ ആയിരിക്കും, ആഷ്ലി ഫ്രാൻസിന്റെ വ്യാഖ്യാനം വേറെ ആയിരിക്കും, അരുണിന്റെ വ്യാഖ്യാനം വേറെ ആയിരിക്കും, നേരത്തെ സംസാരിച്ച സാറിന്റെ ആയിരിക്കും. അപ്പൊ നമ്മുടെ വ്യാഖ്യാനത്തിന് ഒരു മേൽക്കൈ കിട്ടാനോ മുൻതൂക്കം കിട്ടാനോ ഞാൻ ശ്രമിക്കും, അതേപോലെ ബാക്കിയുള്ളവർ ശ്രമിക്കും. ഈ രീതിയിൽ ഇൻഫർമേഷനും ഇന്റർപ്രിട്ടേഷനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള റീച്ച്, കൂടുതൽ ആൾക്കാരെ കേൾപ്പിക്കാനുള്ള അവസരം, അത് വളരെ വീടിന്റെ കംഫർട്ടിലിരുന്ന് വളരെ ഇന്റർനെറ്റിന്റെ ഡേറ്റ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ വലിയ കാര്യമാണ്. മാത്രമല്ല ഇത്രയും പേരുണ്ട് എന്ന് കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്തോഷവും ആഹ്ലാദവുമാണ്. 2000 പേര് കേൾക്കുന്നു, 1500 പേര് കേൾക്കുന്നു. ഒരു വലിയ ഇതിലേക്ക് മെസ്സേജിങ് നടത്താൻ പെട്ടെന്ന് ഇതിന് കഴിയും. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വളരുമോന്ന് അറിയില്ല, പക്ഷെ ഒരു പ്രിലിമിനറി ലുക്ക്, ഒരു പ്രൈമ ഫേസിയെ നമ്മൾ നോക്കുമ്പോൾ വാട്സപ്പ് ഉണ്ടാക്കിയ ഒരു റെവല്യൂഷൻ പോലെ, ഫേസ്ബുക്ക് ഉണ്ടാക്കിയ ഒരു റെവല്യൂഷൻ പോലെ, ട്വിറ്റർ പല രാജ്യങ്ങളിലും പോലും ഒരു ട്വിറ്റർ റെവല്യൂഷൻ അവരുടെ പൊളിറ്റിക്സിനെയൊക്കെ ഉണ്ടാക്കിയതുപോലെ ക്ലബ് ഹൗസ് വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണം, നാളെ ഒരു പ്രത്യേക കക്ഷിയെ അദ്ദേഹത്തിന് ഒരു വലിയ വിവാദം ഉണ്ടായിരിക്കട്ടെ, അദ്ദേഹം ഒരുപക്ഷെ ആദ്യം ചെയ്യുക നാളെ വന്ന് ക്ലബ് ഹൗസിലേക്ക് വരികയായിരിക്കും. ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബ് ലൈവിലും വന്നിരുന്ന ആളുകളൊക്കെ ക്ലബ് ഹൗസ് ലൈവിലേക്ക് വരാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ ഉണ്ടാകുക. പക്ഷെ ഒരു ചെറിയ കാര്യമാണ് അതിലുള്ളത്, അതിൽ ചെറിയൊരു ചലഞ്ച് ഉള്ളത്. നമ്മൾ അടിസ്ഥാനപരമായി കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ പറയുന്ന ഒരു തത്വമാണ് ആൽബർട്ട് മെഹ്റാബിയന്റെ 7% വാക്കുകൾ, 38% സ്വരത്തിന്റെ പ്രാധാന്യം, 55% ശരീരഭാഷ എന്ന്. അപ്പോ പലപ്പോഴും ഈ ശരീരഭാഷ അല്ലെങ്കിൽ വിഷ്വലിന്റെ എയ്ഡ് ക്ലബ് ഹൗസിൽ കുറവാണ്. ഒരുപക്ഷെ ക്ലബ് ഹൗസ് തന്നെ ഭാവിയിലേക്ക് ആഡ് ചെയ്ത്, ക്ലബ് ഹൗസ് തന്നെ ഒരു ലേറ്റർ സ്റ്റേജിൽ ഈ സംസാരിക്കുന്ന ആളുടെ ലൈവ് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡീഷനോ മോഡിഫിക്കേഷനോ ഒക്കെ വന്നേക്കാം. അപ്പം കുറച്ചുകൂടെ ഒരു ഇന്റിമസിയും കാര്യങ്ങളും വരും. ഇതൊരു ഇഫക്റ്റീവ് പാക്കേജിങ്ങിന്റെയും കൂടെ ഗെയിമാണ്. ട്വിറ്റർ ഇടയ്ക്ക് ഫ്ലീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു, എനിക്ക് തോന്നുന്നില്ല ആരും ശ്രദ്ധിച്ചു. ട്വിറ്റർ പോലെ വളരെ അപ്പം അത് സാക്ഷാൽ ഗൂഗിൾ നമ്മുടെ ഗൂഗിൾ പ്ലസ് കൊണ്ടുവന്നിട്ട് നിർത്തി. ഗൂഗിൾ ബസ്സും ഒക്കെ ഓർമ്മയിലായി. അതെ, ഓർമ്മയിലായി. ഇപ്പം പലതും ചിലതൊക്കെ ഇതൊരു ഫോർമുലയാണ്, ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക ഫോർമുലയാണ്. അത് എങ്ങനെ വരുമെന്ന് അറിയില്ല, എങ്ങനെ ട്രൈ ചെയ്താൽ ശരിയാവുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പം ട്വിറ്റർ സ്പേസസ് ഉണ്ട്, കുറച്ചൊക്കെ കാച്ചപ്പ് ചെയ്തു എങ്കിലും. അപ്പൊ ഇതിപ്പം ക്ലബ് ഹൗസ് പുതിയൊരു ഫാഷനോ ഇത് ഒരു സോഷ്യൽ മീഡിയ മൈഗ്രേഷനിലേക്ക് പോലും നയിച്ചേക്കാം. ഒരേ സമയത്ത് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് ആണ്, ഒരു മാസ് മീഡിയ ആണ്, സോഷ്യൽ മീഡിയ ആണ്, ഇതെല്ലാത്തിനും കൂടി ഒരു പാക്കേജായി മാറുന്നു. അതാണ് ഇതിന്റെ ഒരു സാധ്യതയായിട്ട് മുമ്പിലുള്ളത് അല്ലേ? ഒറ്റ വരി കൂടി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വരെ അറിയില്ല. കാര്യം ഈ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ശരിക്കും കരുതിയില്ല ഫേസ്ബുക്കിനെ ഒരു പക്ഷേ കവച്ചു വെക്കുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം ഇത്ര പെട്ടെന്ന് വളരുമെന്ന്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇത് കുറെ കൂടെ എലാബറേറ്റ് മെക്കാനിസം ഉണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കിയത് സ്പെഷ്യലൈസേഷനും ഇൻസ്റ്റാഗ്രാമിന്റെ ഫിൽറ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ നമ്മളെ പോലെ സാധാരണക്കാർ നമ്മളെ തന്നെ കുറച്ചുകൂടെ ഭംഗിയോടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രസന്റ് ചെയ്യാൻ ഫിൽറ്റേഴ്സ് ഒക്കെ ഇടാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ ചേഞ്ചിങ് ട്രെൻഡ്സ് വരും. പക്ഷെ ഇപ്പം ക്ലബ് ഹൗസ് ഹാസ് കോട്ട് ഓൺ എന്ന രീതിയിൽ ഹാസ് ലിറ്റ് ദി ഇമാജിനേഷൻ, ഫയർ ഇൻ അവർ ഇമാജിനേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഒരുപക്ഷെ ഇതിന്റെ കുറച്ച് അഡീഷൻസും കാര്യങ്ങളും വരും. പക്ഷെ എന്തായാലും ക്ലബ് ഹൗസ് ഈസ് ഹിയർ ടു സ്റ്റേ എന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായും തിരിച്ചു വരാം. ശരി, അരുൺ ടോമം, ഒരേ സമയം 5000-ഓളം ആളുകൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു മീറ്റിംഗ് ഹാൾ, അങ്ങ് പറഞ്ഞ അങ്ങ് എവിടെയോ ഞാൻ വായിച്ചതുപോലെ ഈ പറയുന്ന ഓഡിറ്റോറിയങ്ങളൊക്കെ ഈ പറയുന്ന ക്ലബ് ഹൗസുകളായി മാറുന്ന ഒരു കാലത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഫോഴ്സുകൾക്ക് വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾ ആളുകളേക്ക് അടിച്ചേൽപ്പിക്കാൻ, അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ ഒരു കലാപത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും നമ്മൾ കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ TG മോഹൻദാസ് നടത്തിയ ഒരു പ്രയോഗമൊക്കെ, ഒരു ആഹ്വാനമൊക്കെ ക്ലബ് ഹൗസിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ നടത്തിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശക്തമായിട്ടുള്ള ജാഗ്രത ഇല്ലെങ്കിൽ ഒരു വലിയ ഒരു പാൻഡമിക് ആയിട്ട്, ഒരു ഇൻഫോർമേഷൻ പാൻഡമിക് ആയിട്ട് ഇത് മാറാനുള്ള സാഹചര്യം അവിടെ ഇല്ലേ? ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ക്ലബ് ഹൗസ് പറയുന്നത് വെച്ചാൽ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇത് റൂം എപ്പോൾ എൻഡ് ചെയ്യുന്നു അപ്പൊ ഈ സംഭവം പോകും. പിന്നെ നമുക്ക് പിന്നീട് അത് തിരഞ്ഞു കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. പക്ഷെ അതിനകത്ത് ഒരു സാധ്യതയുണ്ടോ? നമ്മൾ ഈ ഒരു ചാറ്റ് റൂം കഴിയുമ്പോൾ തന്നെ അതിന്റെ വീഡിയോ സ്ട്രീം ചെയ്ത് യൂട്യൂബിൽ വരുന്നു, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് അതിന്റെ ഒരു പോരായ്മ വരുന്നത്. ഇവര് എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അങ്ങനെയാണ് പല എന്താ പറയുക ക്ലിപ്പിംഗ് ന്യൂസുകളും അത് വാട്സപ്പ് വഴി കറങ്ങാനുള്ള മെയിൻ കാരണം. അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും പലതും തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം
എന്താ പറയാ, നമ്മളിപ്പോ ഒരു സൗണ്ട് മാത്രം ഉള്ളത് കൊണ്ടാണ് ഇത്ര അധികം ആളുകൾ ഇടിച്ചിനകത്ത് കയറുന്നത്. അപ്പൊ നേരെ മറിച്ച് നമ്മളിപ്പോ ഇതിൽ കാണുന്ന പോലെ ഒരാളുടെ ഫേസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ആളുകൾ വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു പല ചർച്ചകളും കയറിയിരിക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ആ സൈഡിലോട്ട് നമ്മുടെ എന്താ പറയാ മലബാർ സൈഡിലോട്ടുള്ള പല സ്ത്രീകളും സംസാരിക്കാറുണ്ട്. അവരവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഇതിനകത്ത് പറയും. അത് വീട്ടമ്മമാരാണ് സംസാരിക്കുന്നത്. അവരതിനകത്ത് സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മുഖം കാണുന്നില്ല, ഫേസ് കാണുന്നില്ല. അവര് പ്രൊഫൈലായിട്ട് ഇട്ടേക്കുന്ന എന്തെങ്കിലും പൂവോ കായോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ്ലി അത് ആരാണ് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവരുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറച്ച് ആളുകൾ പറയുമ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ അതിൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചർച്ചയിൽ ഒരു സ്ത്രീ വന്നിട്ട് ഇതുപോലെ അവരുടെ ഫുഡ് പറഞ്ഞു, ഹസ്ബൻഡ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു, അവർക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ടായിരുന്നു, അവർക്കത് എന്താ പറയാ ഡ്രീംസിന് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞു. അപ്പൊ അതിനകത്ത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഹസ്ബൻഡ് കൊടുക്കുവോ, ഫോൺ കൈമാറുമോ, അല്ലെങ്കിൽ ഞങ്ങൾ അഡ്രസ്സ് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പൊ തന്നെ അവർ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അത് കട്ട് ചെയ്തിട്ട് പോവാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വീടിനുള്ളില് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണുന്നുണ്ട്, മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു അനോണിമിറ്റി തന്നെയല്ലേ അതിന്റെ ഏറ്റവും വലിയ അപകട സാധ്യതയും. ആർക്കും എന്തും പറയാം, നമ്മളെ തിരിച്ചറിയില്ല. ഈ ഒരു സ്പേസ് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെടുന്നതും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതും ഒരു ധൈര്യമാണ്. ഇപ്പൊ ഇതിപ്പം എന്താ പറയാ അങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്കുള്ള മെയിൻ ധൈര്യം എന്ന് പറഞ്ഞ ഇതാണ്, എന്നെ തിരിച്ചറിയില്ല, എന്നെ കണ്ടുപിടിക്കത്തില്ല എന്നുള്ള ഒരു ധൈര്യം. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത്, അങ്ങനെയുള്ള നിയന്ത്രണങ്ങളുടെ സാധ്യതയുണ്ടോ? അത് കാരണം ഇപ്പോൾ വലിയൊരു ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് ഇത്ര നിയന്ത്രണങ്ങൾ വേണമെന്നൊക്കെയുള്ള ആവശ്യം ഉയരുന്നുമുണ്ട്. അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കുമോ? ഇതിനകത്ത് ശരിക്കും നിയന്ത്രണം വേണമെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇതിനകത്ത് 3 തരത്തിലുള്ള റൂമുകളുള്ളത് ഞാൻ പറഞ്ഞ മതി. ഇപ്പം അതായത് ഓപ്പൺ റൂം ഉണ്ട്, സോഷ്യൽ റൂം ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ് റൂം ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും അപകടം പിടിച്ച റൂം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് റൂമാണ്. അതായത് ഓപ്പൺ ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഓപ്പൺ റൂമിൽ എല്ലാവർക്കും കയറാം, സോഷ്യൽ റൂമിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള, അതായത് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ക്ലോസ് റൂമിനകത്ത് അത് ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് നടക്കണു എന്നുള്ള കാര്യം പുറത്ത് ആർക്കും അറിയില്ല, അല്ല അങ്ങനെ റൂം ഉണ്ടെന്ന് പോലും ആൾക്ക് അറിയില്ല. അപ്പൊ ഈ ക്ലോസ് റൂം എന്ന് പറയുന്ന ആ സംഭവം മാറ്റുകയും അതുപോലെ സ്ക്രീൻ റെക്കോർഡ് പോലെയുള്ള സംഭവങ്ങൾ മാറ്റുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് മോഡിഫിക്കേഷൻ ഇതിനകത്ത് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ആപ്പായിട്ട് തന്നെ ക്ലബ് ഹൗസ് മാറും. കുമാരി ആഷ്ലി, ഇവിടെ ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളം ഗ്രൂപ്പുകൾ കണ്ടു. ചില ഗ്രൂപ്പുകളുടെ പേരൊക്കെ വളരെ വിചിത്രമാണ്. സിംഗിളായി വരൂ, മിംഗിളായി പോകൂ, ഫൈൻ ക്രഷ് വിത്ത് എ ഡി പി നോക്കി സെലക്ട് ചെയ്യൂ, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിൽ പല ഗ്രൂപ്പുകൾ നമ്മുടെ കുട്ടികളുടെ ഇടയ്ക്ക് ഉണ്ട്. ശരിക്കും പക്വതയുള്ള ആളുകളുടെ കാര്യം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് അവർ പെരുമാറുന്നതും ഒക്കെയുള്ള സമീപകാലത്തെ വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരായ അധികം പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ വന്ന് വളരെ സ്വകാര്യമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഫോൺ നമ്പറും വരെ ഇത്തരം ഗ്രൂപ്പുകളിലേക്കൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യവുമുണ്ട്. നമ്മൾ പെൺകുട്ടികളുടെ ഇടയിൽ ആൺകുട്ടികൾക്ക് ഇത് സേഫ് ആയിട്ടുള്ള ഒരു മാധ്യമം എന്നൊരു വ്യാഖ്യാനമല്ല അവിടെ. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് അവരെ കെണികപ്പെടുത്താനുള്ള ഒത്തിരി സാധ്യതകൾ ഇപ്പൊ നമ്മൾ മുമ്പിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കുറെ കൂടി ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതല്ലേ സ്ത്രീ സമൂഹത്തിന്റെ ഇടയിൽ? എക്സാക്ട്ലി, അത് തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അരുൺ ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കുട്ടിക്കും വേണമെങ്കിലും ക്ലബ് ഹൗസിൽ വരാന്ന്. പക്ഷെ ആക്ച്വലി ക്ലബ് ഹൗസ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 18+ ആണോ എന്ന് അവർ നമ്മളോട് ചോദിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആണല്ലോ, ഇപ്പൊ ഫോണില്ലാത്ത ഒരു കുട്ടികൾ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ക്ലബ് ഹൗസിൽ അരുൺ, നമുക്ക് അങ്ങനെ ഒരു ഏജ് ഒരു പ്രശ്നമല്ലല്ലോ ഇതിനകത്ത്. ഏജിനൊരു ചോദ്യമുണ്ടോ ഇതിനകത്ത് അരുൺ? ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ എന്റെ അറിവിൽ അങ്ങനെ ചോദ്യമില്ല എന്നാ ഞാൻ മനസ്സിലാക്കി. തുടരാം. പക്ഷെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോ അവര് നമ്മളോട് അങ്ങനെ ചോദിക്കുക, അതായത് ഒരു വെരിഫിക്കേഷൻ ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് അത് നമുക്ക് നമുക്ക് എനേബിൾ ആക്കി മുമ്പോട്ട് പോവാം എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 18 വയസ്സ് കഴിഞ്ഞവർക്കല്ലേ ഇപ്പൊ സ്വന്തമായി സിം ഒക്കെ എടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഇതിന്റെ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൽ വരുമ്പോ ഇപ്പൊ മെച്യൂരിറ്റി, അതെ പറഞ്ഞ മാതിരി മെച്യൂരിറ്റി ഉള്ളവരുടെ കാര്യം തന്നെ കഷ്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അതിനെ ന്യായീകരിക്കുന്നവരാണ്. കാരണം ഞങ്ങള് പ്രേമിക്കുന്നുണ്ടല്ലോ, പ്രേമിക്കുന്നവർ തെറ്റാണോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന രീതിയിലാണ് കുട്ടികൾ മുന്നോട്ട് വരുന്നത്. ഇവർ ക്ലബ് ഹൗസിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പാരന്റ്സ് കരുതുന്നത് ഇവര് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയും രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങി. അപ്പൊ എന്തും ചെയ്യാനുള്ള
അല്ലെങ്കിൽ എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ ID റിവീൽ ചെയ്യാനുള്ളത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാർ അങ്ങനെ പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ID എല്ലാം എല്ലാവരും കാണുന്ന രീതിയിൽ ഒരു വീഡിയോ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഇത്രയും മുന്നോട്ട് വരുമെന്ന്. ഒത്തിരി പേര് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അവർ ചെയ്തോട്ടെ എന്ന് പറയുന്ന മറുപക്ഷമുണ്ട്. അപ്പൊ ആ ചോദ്യം പ്രസക്തമല്ലേ? അതായത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ? ഇന്ന് തന്നെ ഒരു ചർച്ചയിൽ ഞാൻ കേൾക്കുകയുണ്ടായി, ഒരു പെൺകുട്ടി വളരെ ശക്തമായിട്ട് അങ്ങനെ ഒരു കാര്യം നോക്കുന്നത്. അവരുടെ മാതാപിതാക്കൾക്കില്ലാത്ത കൺസേൺ നിങ്ങൾക്ക് എന്താണെന്നൊരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. അതിനെന്താണ് മറുപടി? ആര് പറഞ്ഞു അവരുടെ മാതാപിതാക്കൾക്ക് കൺസേൺ ഇല്ലെന്ന്? നമുക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മാതാപിതാക്കൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. മക്കൾ അതിലെന്താ ചെയ്യുന്നത് അവർ നോക്കുമ്പോൾ മക്കൾ സംസാരിക്കുന്നുണ്ട്. ക്ലാസ് ആണെന്നല്ലേ വിചാരിക്കാം. പൂർണ്ണമായും എല്ലാ മാതാപിതാക്കളും ഇതിനെ കുറിച്ച് അവെയർ ആണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമില്ല. മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വെച്ച് 18 വയസ്സ് കഴിഞ്ഞാലല്ലേ നമുക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ കൈവരുന്നുള്ളൂ. 16 വയസ്സുള്ള ഒരു കുട്ടി പേഴ്സണൽ ഡാറ്റാസ് ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നാളെ ആ കുട്ടിക്ക് വരാൻ പോകുന്ന വരായികൾ ഇതുപോലെ മീഡിയാസ് ഡിസ്കസ് ചെയ്യുന്നതാണോ, അതിന് മുന്നേ നമുക്ക് അവരെ തടയുന്നതാണോ നല്ലത്? ചെറിയ കുട്ടികൾ തീയിൽ പോയി തൊടുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ അത് അപകടമാണെന്ന്. അപ്പൊ 18 വയസ്സ് ഒരാൾക്കാർ സ്വയം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവർ നമ്മൾ ബോധവൽക്കരിക്കണം. അത് വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞ് ചുരുക്കാനൊന്നും പറ്റില്ല. സാമൂഹിക ഉത്തരവാദിത്തമായിട്ട് കണ്ടാൽ മതി അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിന്റെ ഡേഞ്ചർ സൈഡ്. അതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ശരി, തീർച്ചയായും. അതായത് ഞാനിത് അങ്ങനെ ഈ കുട്ടികൾ കയറുന്നു എന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു അഡൽട്ട്സ് കണ്ടന്റ് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പില് ഒരു കുട്ടി അതിനകത്ത് ചോദ്യം ചോദിച്ചു. സൗണ്ട് കേട്ടപ്പം അതിനകത്ത് ആൾക്ക് തോന്നിയത് ചെറിയ കുട്ടിയാണല്ലോ എന്ന്. സൗണ്ട് അത്ര തിരിച്ചറിയാറുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ 10ാം ക്ലാസ്സിലെ പഠിക്കുന്നതെന്ന്. അപ്പൊ നിനക്ക് ആരായി ക്ലബ് ഹൗസ് തന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ചേച്ചിയുടെ ഫോൺ ആ ചേച്ചി കാണാതെ രഹസ്യമായിട്ട് എടുത്ത് ഇന്ന് കേൾക്കുവാണെന്ന് ആ പയ്യൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ പയ്യനെ പിന്നെ ആ ഒരു വിധത്തിൽ ഞങ്ങൾ വേറെ രീതിയിൽ സംസാരിച്ച് അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് ആ റൂമിൽ നിന്ന് അവനെ പുറത്താക്കുവാണ് ചെയ്തത്. അങ്ങനെ ഒരു അപകടം അതിന്റെ അകത്തുണ്ട്. പറഞ്ഞോളൂ ആശ്ലി, പറയൂ. അല്ല, പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട്. എന്താ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മോഡറേറ്റേഴ്സിൽ ഒരാൾ പെൺകുട്ടികൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോഡറേറ്റേഴ്സിൽ ഒരാൾ 16 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കും ചിലപ്പോ. അതാണ് ഇതിന്റെ ഏറ്റവും ആഭാസകരമായ ഒരു കാഴ്ച. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് പറയും? ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ കുഴി ചാടിക്കോളാം എന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഒരു പക്ഷെ മറിച്ച് ചിന്തിച്ചു പോകും. അപ്പൊ അത് സ്വയം ഒരു തിരിച്ചറിവ് വരാന്നുള്ളത്. അല്ലെങ്കിൽ ഈ പ്രണയക്കണികളൊക്കെ സംഘടിതമായിട്ടാണ് ഈ കാലം നടപ്പാക്കപ്പെടുന്നത്. നമ്മുടെ മുമ്പിൽ എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അഡ്വക്കേറ്റ് കെ എം ആന്റണി IPS, 2-3 വിഷയങ്ങളിൽ എന്താണ് ഇതിന്റെ ഒരു നിയമവശമെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. ഒന്ന്, ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇത് ഒരു ആർക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ആപ്പ് നിലയിലാണ് നമ്മൾ ഈ ആപ്പ് തന്നെ അവതരിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ നിസ്സാരമായി കിട്ടുന്ന, വളരെ സുലഭമായി കിട്ടുന്ന സ്ക്രീൻ റെക്കോർഡറിലൂടെ ഈ ദൃശ്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അത് ഈ പറയുന്ന യൂട്യൂബിലൂടെയും മറ്റ് സൈറ്റുകളിലൂടെയും ഒക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ശരിക്കും നമ്മുടെ ദൃശ്യങ്ങൾ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ഗ്രൂപ്പിലെ നമ്മുടെ ഒരു പ്രൈവസി അവിടെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണമല്ലോ. പക്ഷെ ഇവിടെ അത് ഇല്ലാതാകും. ശരിക്കും അതൊരു വലിയൊരു നിയമലംഘനം തന്നെയല്ലേ? അല്ല, ഇവിടെ ഇപ്പൊ സംസാരിച്ച ഈ 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇതിനകത്ത് ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നാണ് ഈ മാധ്യമം പറയുന്നത്. പക്ഷെ ഒരിക്കലും അത് റെക്കോർഡ് ചെയ്യാതിരിക്കില്ല. കാരണം ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു മാധ്യമമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായി പബ്ലിസിറ്റി കിട്ടുക, അവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുക എന്നുള്ളതാണ് അവരുടെ വിഷയം. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ഇല്ലെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഇത് നടത്തുന്നത്. അതായത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ആളുകൾ പലരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ വരെ ഇപ്പോൾ വാട്സപ്പിൽ ഇന്ന ഗ്രൂപ്പിൽ ചർച്ചയിൽ ഇന്നയാൾ പങ്കെടുത്തു, ഇവനെ നമുക്ക് സൂക്ഷിക്കണം എന്ന നിലയിലുള്ള വധഭീഷണി കൈൻഡ് ഓഫ് സംഭവങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതിപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്യാതെ നമ്മൾ ഒരു ദൃശ്യം ഇങ്ങനെ അനുവാദമില്ലാതെ പബ്ലിഷ് ചെയ്താൽ അതിനകത്ത് എന്താണ് അതിന് ശിക്ഷ കിട്ടാൻ പോകുക? അല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നിയമപരമായിട്ട് അത് പ്രൈവസിയുടെ വയലേഷനാണ്. അത് IT ആക്ട് പ്രകാരവുമുണ്ട്, IPC പ്രകാരവും എല്ലാം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണത്. കേരള പോലീസ് ആക്ട് പ്രകാരവും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒഫൻസ് ആണത്. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇതിനകത്ത് ചെന്ന് പെടുന്നു, ഈ ചതിക്കുഴിയിൽ പെടുന്നു എന്നുള്ളതാണ്.
ആക്ച്വലി 18 വയസ്സ് വരെ എന്ന് പറയുന്നത് 18 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് ചൈൽഡാണ്. നമ്മൾ 18 വയസ്സാണ് പ്രായപൂർത്തി, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു എഗ്രിമെന്റിലോ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയിലോ ഒപ്പിടാൻ, അല്ലെങ്കിൽ ഒരിടത്ത് അംഗത്വം എടുക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു നിബന്ധന വെച്ചിരിക്കുന്ന പ്രായമാണ് മിനിമം 18 താഴെയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഗാർഡിയനുണ്ട്. ഒന്നുകിൽ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗാർഡിയൻ ഉണ്ടാവും. അപ്പം അത്തരത്തിലൊരു കുട്ടി അതിലേക്ക് വശീകരിക്കപ്പെട്ട് അതിൽ ചെന്ന് ചതിക്കുഴിയിൽ പെടുമ്പം തീർച്ചയായിട്ടും ഈ മാധ്യമം അല്ലെങ്കിൽ ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന മാധ്യമം അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. അതിനെല്ലാം ഇവിടെ നിയമപരമായിട്ട് അതിന് മറുപടി പറയാൻ ഈ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അത് അധികാരപ്പെട്ടവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൊടുക്കാൻ നിർബന്ധിതരാകും നിയമപരമായിട്ട്. അല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഏജൻസിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാറ്റിനെ ബേസ് ചെയ്ത് ഒരു പരാതി കേരള പോലീസിന് കൊടുക്കുകയാണെങ്കിൽ കേരള പോലീസിന് ആ ശബ്ദം ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് റിട്രീവ് ചെയ്ത് നിയമപരമായിട്ട് തെളിവ് രേഖപ്പെടുത്തി കേസെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അതിപ്പം ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദം തിരിച്ചറിയാനുള്ള അതിനുള്ള സയന്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഈ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ അധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. നമ്മളൊരു ആൾക്കൂട്ടം എന്നുള്ളത് രീതിയിലല്ല. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ മുഖം കാണുന്നില്ല, നമ്മളുടെ ഐഡന്റിറ്റി അവിടെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ വന്ന് എന്തും പറയാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. അത് പക്വതയില്ലാത്ത കുട്ടികളെയും സംബന്ധിച്ചും അതുപോലെ തന്നെ ആരോടെങ്കിലും ഷെയർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെയും ഇത്തരത്തിൽ ഇത് വശീകരിക്കപ്പെടുന്നുണ്ട്. അവരും ഇത്തരത്തിലുള്ളവരും വശീകരിക്കപ്പെടുന്നുണ്ട് ഇതിനേക്ക്. അത് പെട്ടെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് കൂടുതലായുള്ള കുഴപ്പങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാമൂഹികമായിട്ട് ആണ് ഇത് നിയമപരമായി കാണുന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായിട്ടാണ് ഇതിനെ കാണേണ്ടതുള്ളത്. ഏത് പ്രായക്കാരിലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഈ മാർച്ച് 15-ാം തീയതിയാണ് ക്ലബ് ഹൗസ് ഒമാൻ ബാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഹോങ്കോങ്ങിലെ പ്രക്ഷോഭവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചൈനയും അവർക്കെതിരെയുള്ള അധികാര സംവിധാനങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത കോണ്ടെക്സ്റ്റിൽ അവരവിടെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായിട്ടും പെട്രോൾ വിലയും മറ്റു വിലകളും ഒക്കെ ഏറുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയുള്ള വലിയ ആഹ്വാനങ്ങളും ചർച്ചകളും ഒക്കെ ഈ നിമിഷം ഇവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് പോയാൽ ഈ പുതിയ ഡിജിറ്റൽ മീഡിയ കോഡൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറ്ററിയും സർക്കാരിനോട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കുറെ കൂടി അക്കൗണ്ടബിൾ ആകുന്ന ഒരു സമയം കൂടിയായി വരികയാണ്. അങ്ങനെയെങ്കിൽ ക്ലബ് ഹൗസിന്റെ ഒരു ഭാവിയും ഒക്കെ ഈ തരത്തിൽ പോയാൽ അനിശ്ചിതത്വത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഇതിലും രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, ഒരു രാജ്യത്തിനും ഒരു അനാർക്കിയിൽ ജീവിക്കാൻ കഴിയില്ല, അരാജകത്വത്തിൽ ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു ക്രമവും ഓർഡറും വേണം. അത് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിന് ഒരു ഫാസിസ്റ്റ് രീതിയിലും ഒരു ടോട്ടലിറ്റേറിയൻ രീതിയിലും ജീവിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ എന്നും ഈ മധ്യമാർഗം പറയുന്നത്. കാര്യം ആ മധ്യമാർഗമാണ് ഇന്ത്യ മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ ആശയം. അത് എല്ലാ കാര്യത്തിലും 2500 മുമ്പ് ബുദ്ധഭഗവാൻ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മഹാത്മാഗാന്ധി പോലെ ഈ മധ്യത്തിലാണ് ട്രൂത്ത് ലൈസ് സംവെയർ ഇൻ ദ മിഡിൽ എന്ന് നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. എന്റെ കാരണം ഇത് രണ്ടും വേണം. റെഗുലേഷൻസ് വേണ്ട എന്ന് പറയാൻ പറ്റൂ? ഇല്ല, വേണം. എന്നാൽ റെഗുലേഷൻസ് മാത്രം മതി, ആൾക്കാർക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയാൻ പറ്റൂ? അപ്പൊ ലോകം പലപ്പോഴും പരസ്പര വിരുദ്ധമായ തത്വങ്ങളുടെ ഒരു സമന്വയമായിരിക്കും, ഒരു എന്താ പറയണേ, ഒരു കോൺട്രഡിക്ഷൻസിന്റെ ഒരു ബ്ലെൻഡിങ് ആയിരിക്കും ഇത്. സ്വാതന്ത്ര്യം ഒരു വശത്ത്, ഉത്തരവാദിത്തം മറുവശത്ത്. അതായത് ഫ്രീഡം ഒരു വശത്ത്, റെസ്പോൺസിബിലിറ്റി ലിബർട്ടി ഒരു വശത്ത്, റെസ്പോൺസിബിലിറ്റി മറുവശത്ത്. അതുകൊണ്ട് ഇത് രണ്ടും വേണം. അപ്പം റെഗുലേഷൻസ് വേണം, പോലീസ് വേണം, ചിലപ്പോൾ എക്സ്ട്രീമിലേക്ക് പോയാൽ നിയന്ത്രണം വേണം. എന്നാൽ നേരെ തിരിച്ച് ടൂ മച്ച് കൺട്രോളിംഗിലേക്ക് പോയാൽ ഒരു കൗണ്ടർ പ്രൊട്ടസ്റ്റ് വേണം. അപ്പോ ഇതൊരു ടഗ് ഓഫ് വാർ ആണ്. കൃത്യമായി മലയാളത്തിൽ പറഞ്ഞാൽ വടംവലിയാണ്. ഒരു സൈഡിൽ നിന്ന് വടം വലിക്കുന്നവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മറു സൈഡിൽ നിന്ന് വടം വലിക്കുന്നവർ ഉത്തരവാദിത്തത്തിന് വേണ്ടിയും വലിക്കും. നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചൊരു പ്രത്യേക സെന്റർ പോയിന്റിലെത്തും. അങ്ങനെയാണ് രാജ്യം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിന് മാക്സിമം സ്വാതന്ത്ര്യവും മാക്സിമം വൈബ്രൻസും വേണം. അതോടൊപ്പം പോലീസിന്റെ, ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ, ഇന്റർമീഡിയറിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും വേണം. കാര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ജനാധിപത്യവും ബഹുസ്വരതയും മതസൗഹാർദ്ദവും വൈവിധ്യവും ഒക്കെയാണ്. ആ വൈവിധ്യത്തിൽ ഒരുമയും ഐക്യവും ഹാർമണിയും സംഗീതാത്മകതയും കണ്ടെത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്ലബ് ഹൗസ് ആവട്ടെ, രാജ്യമാകുന്ന മദർലാൻഡ് ആകട്ടെ വിജയിക്കുന്നത്. തീർച്ചയായും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ബാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചർച്ചകൾ പോലും സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഒറ്റ
അതിലൊരൊറ്റ കാര്യം പറഞ്ഞത്, എനിക്ക് ഒരു കാര്യത്തിൽ ട്വിറ്ററിനെ വലിയ ബഹുമാനമാണ്. ബാൻ ട്വിറ്റർ ഇൻ ഇന്ത്യ ആയിരുന്നു ട്വിറ്ററിൽ ഒരു ദിവസം ട്രെൻഡ് ചെയ്തത്. അത് ട്വിറ്ററിന്റെ മഹത്വം കൂടിയാണ്, അത് ട്വിറ്ററിന്റെ നന്മ കൂടിയാണ്. ട്വിറ്ററിന് വേണമെങ്കിൽ വളരെ ചെറിയ ടെക്നോളജിക്കൽ ഇന്റർവെൻഷനിലൂടെ അത് ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ ബാൻ ട്വിറ്റർ ഇൻ ഇന്ത്യ എന്ന് ട്വിറ്ററിൽ ട്രെൻഡ് ചെയ്യാൻ കഴിയുന്നത് ഒരർത്ഥത്തിൽ ഇരുപക്ഷത്തിന്റെയും നന്മയാണ്. അതായത് ഇവര് ട്വിറ്റർ തന്നെ യൂസ് ചെയ്യാണ്. അടക്കമുള്ള പല ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ അത് വലിയ പുഷൊന്നും വന്നില്ല. പ്രധാനമന്ത്രി പോലും കൂവിൽ വന്നില്ല. വളരെ ആലോചിച്ചായിരിക്കും പ്രധാനമന്ത്രി വേണ്ട തൽക്കാലം തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് വൺ സൈഡഡ് പ്ലാറ്റ്ഫോംസിൽ അർത്ഥമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കും ബോറടിക്കും. നമ്മുടെ ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്നത് ചിലപ്പോ എതിരഭിപ്രായം കേൾക്കാൻ കൂടെ വേണ്ടിയാണ്, ചിലപ്പോ ഒരു ചെറിയ ഫൈറ്റിന് വേണ്ടിയാണ്, ചിലപ്പോ അങ്ങനെയാണെങ്കിൽ തിരിച്ച് എന്ത് പറയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ലോകത്തിൽ എന്നും ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടാകും. ആ ദ്വന്ദ്ങ്ങളിലാണ് അതിന്റെ രസം. ആണും പെണ്ണും, രാത്രിയും മാത്രമല്ല ഈ ട്വിറ്ററിലൊക്കെ നമുക്ക് ട്വീറ്റ് ചെയ്തിട്ട് അങ്ങ് പോകാമെന്നല്ലേ ഉള്ളൂ. ക്ലബ് ഹൗസിലോ അങ്ങനെ അത്തരം സംഗീതങ്ങളാകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തുകളും ഈ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വെച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ടു ബി ഓണസ്റ്റ്, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലി യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അത് വലിയൊരു രീതിയിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് മഹത്തരമാണെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ്, ഒരു അഭിപ്രായ സ്വരൂപീകരണത്തിന്റെ വേഗത വളരെ കുറവാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എല്ലാം യഥാർത്ഥത്തിൽ അതിനെ ഡെമോക്രാറ്റൈസ് ചെയ്തു. അതിനെ വലിയൊരു, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 50-60 വർഷമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, പത്രങ്ങളിലെല്ലാം നമ്മുടെ ലിബറൽ സുഹൃത്തുക്കൾ, ലെഫ്റ്റ് ലിബറൽ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്പെക്ട്രത്തിനായിരുന്നു ഒരു ആധിപത്യം. അവരായിരുന്നു കുറെ കൂടി വെൽ റെഡ്. അവർക്ക് മാത്രം എഴുതാൻ അറിയാം, അവർക്ക് മാത്രം വായിക്കാൻ അറിയാം, അവർ മാത്രം സംസാരിക്കുന്നു. അങ്ങനെ ഒരു ശൈലിയായിരുന്നു. കുറെ ഗുണങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കുറെ നന്മകളുണ്ട്, കുറച്ച് നന്നായി പഠിക്കും, അവർക്കൊരു നറേറ്റീവ് ഉണ്ട്, അവരത് പുഷ് ചെയ്യുമെങ്കിലും ഈ സോഷ്യൽ മീഡിയ വന്നതോടെ ആദ്യം റൈറ്റ് വിങ് എന്ന് വിളിക്കപ്പെടുന്ന സ്പെക്ട്രത്തിന് ഒരു അപ്പർ ഹാൻഡ് നേടി. പിന്നീട് ലെഫ്റ്റ് വിങ്ങുകാർ മനസ്സിലാക്കി ഇതിൽ ഞങ്ങളും കൂടെ ഇടപെട്ടില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന്. അങ്ങനെ പിന്നെ ഒരു സമീകരണം വന്നു. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളതായി. അപ്പം ഈ അത് ഒരു ഡൈനാമിക്സ് ആണ്. ഒരു രാജ്യത്തിന്റെ ഡൈനാമിക്സ് വളരെ സ്ട്രോങ് ആണ്. ഒരു പക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും, ആദ്യമൊക്കെ ഈ ട്വിറ്റർ NS മാധവൻ സാറൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്വിറ്റർ ബ്രൂട്ടലി റൈറ്റ് വിങ്ങുകാരുടെ കയ്യിലാണെന്ന്. അവസാനം ട്വിറ്ററിന് പോലും അങ്ങനെ റൈറ്റ് വിങ് ബയസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കാലത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന കാലത്ത് നിന്ന് റൈറ്റ് ലീനിങ് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും ട്വിറ്ററിൽ നിന്ന് പുറത്താക്കാൻ, ഡൊണാൾഡ് ട്രംപിനെ പോലും പുറത്താക്കാനുള്ളൊരു ധാർമ്മികമായ ധൈര്യം ട്വിറ്റർ കാണിച്ചു. അപ്പൊ ഇതൊരു ബാലൻസിങ് ആണ്. ആ വടംവലിയാണ് ലോകവും പൊളിറ്റിക്സും നറേറ്റീവും എല്ലാം. ആ വടംവലി ആർക്കും അപകടമില്ലാത്ത രീതിയിൽ ഭംഗിയായി ഒരു ഗെയിമിന്റെ സൗന്ദര്യത്തോടെ, അഗ്രഷനോടെ, എന്നാൽ ആക്രമണോത്സുകത ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ അരുൺ ടോം, നമുക്കിവിടെ ഈ പ്രശ്നങ്ങളുടെ രണ്ട് വശമുണ്ട്. നമുക്ക് ചർച്ചയിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്ന കാര്യം, ഇതിന് രണ്ട് സാധ്യതകളുമുണ്ട്, അപകടങ്ങളുമുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ അപകട കെണികൾ അത് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം അതെനിക്ക് തോന്നുന്നു എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്, അല്ലേ? ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചോളം ക്രൈസ്തവ സഭകൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്, എല്ലാ അധികാരികൾക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ, ഈ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഈ സാധ്യതകൾ പറയുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം, അത് ഈ കേവലം ഒരു മൊബൈൽ ആപ്പ് മാത്രമല്ല, പൊതുവെ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ കുറച്ചും കൂടി ജാഗ്രത നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? അത് ആർക്കാണ് അതിൽ തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നത്, ആ ഒരു മുന്നേറ്റത്തിന്? ഇതിപ്പം ക്ലബ് ഹൗസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ആളുകൾക്കും ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ കുറച്ച് ആളുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്നല്ലാണ്ട് ശരിക്കും ഇത് എന്താണെന്നുള്ള സംഭവത്തെ കുറിച്ച് പലർക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പം ഇതിന്റെ അകത്ത് വേറെ പ്രത്യേകത വെച്ചാൽ ഇത് ആരെങ്കിലും ഒരാൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇൻവൈറ്റ് കിട്ടിയിട്ടുള്ള കുറെ ആളുകളാണ് ഇതിന്റെ അകത്ത് കയറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇൻവിറ്റേഷൻ ആണോ ഇതിനകത്ത് എങ്ങനെയാണ് ഇതുപോലെ വൈറലാകാൻ കാര്യം? ആ ഇൻവിറ്റേഷൻ തന്നെ ആയിരുന്നോ ഇത്രയധികം വൈറലാകാൻ കാര്യം? ഇതിന്റെ കാരണം വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ 31 തീയതികളിലൊക്കെ ഭയങ്കര ഇടിച്ചു കയറ്റം ഉണ്ടായത്. അത് ഹാങ് ആവരൊക്കെ ചെയ്തിട്ടുണ്ട്. സൈറ്റ് ആപ്പ് ഹാങ് ആയി കുറെ ദിവസങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ ഹാങ് ആയിട്ട് ഇരുന്നിട്ട്. അപ്പൊ ആ ഇടിച്ചുകയറ്റം ഉണ്ടായ സമയത്ത് കയറിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ യൂത്താണ്. ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികള് മുതൽ IT വർക്ക് ചെയ്യുന്ന ആളുകൾ വരെയുള്ള ആ യൂത്താണ് ആ ടൈമിൽ മൊത്തം ഇടിച്ചു കയറിയിട്ട്. അപ്പം അങ്ങനെ ഇടിച്ചു കയറി എന്താ പറയാ, മൊത്തത്തിൽ അതിന്റെ തന്നെ അതുവരെ വന്നുകൊണ്ടിരുന്ന ആ പാറ്റേൺ തന്നെ അവർ മാറ്റിക്കളഞ്ഞു. ഇതിനെ കുറിച്ച് ബോധവൽക്കരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഒരു ലേഖനം എഴുതി പലരും എന്നോട് ചോദിച്ചു എന്താ ക്ലബ് ഹൗസ്. പല ആളുകൾക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പൊ ക്ലബ് ഹൗസിൽ ഞാൻ ഇരിക്കുക എന്ന് പറയുന്നതിനും അവരൊരു വിചാരിച്ച് ഏതൊരു വീട്ടിൽ പോയിരിക്കുന്ന പോലെയൊക്കെയാണ് പല ആളുകളും വിചാരിക്കുന്നത്. എന്റെ വീട്ടിലാണെങ്കിൽ പോലും നീ എന്തിനാ അവിടെയൊക്കെ പോയിരിക്കണേന്ന് അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അവരുടെ വിചാരം എന്തോ ഒരു വീടാണ്, വീടിന്റെ ഉള്ളിലൊക്കെ പോയിരിക്കുകയാണ്, അങ്ങനെ എന്തോ റൂമൊക്കെയാണെന്നാണ് പല ആളുകളുടെയും വിചാരം. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും
എന്റെ പല ഫ്രണ്ട്സുകൾക്കും ഇപ്പം അവർക്ക് മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. യെസ് അപ്പൊ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് അറിയാൻ പാടാത്ത ഒത്തിരി ആൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ട്രെൻഡിങ്ങിന്റെ കൂടെ പോകുന്ന കുറെ ആളുകൾക്കല്ല യെസ് 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 വീട്ടിലിരിക്കുന്ന പേരൻസിനൊന്നും ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എന്താ സാധനം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒരു ലേഖനം തന്നെ എഴുതിയത്. എന്താ ഇതിന്റെ പ്രശ്നങ്ങൾ, ഇത് എന്താ ഇതെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതാനുള്ള കാരണം ഇത് എന്താണെന്ന് പേരൻസിന് മനസ്സിലായാൽ മാത്രമേ അവർക്ക് അവരുടെ കുട്ടിയോട് അവിടെ പോകരുത് അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റൂ. ഇത് അവർക്ക് ഇത് എന്താ സാധനം അറിയാൻ പറ്റാത്തടത്തോളം കാലം അവർക്ക് ഒരിക്കലും ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവരുടെ മക്കള് ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഫോണിൽ ഇരിക്കുന്നു. ചിലപ്പോൾ പാട്ട് കേൾക്കാനായിരിക്കാം, ഇടയ്ക്കത് സംസാരിക്കുന്നു. ചിലപ്പം ഇപ്പൊ ഇത് പറഞ്ഞ മാതിരി മറ്റേ സ്കൂളിൽ നിന്ന് വിളിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലാസ്സാന്നൊക്കെ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ മതി. അത് തീർച്ചയായിട്ടും വിശ്വസിച്ചു എന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ലല്ലോ എന്താ സാധനം എന്നുള്ളത്. പിന്നെ അത് തന്നെ പാട്ട് കേൾക്കാന്ന് പറഞ്ഞാലും വിശ്വസിക്കും. കാരണം വെച്ചാൽ ഫോൺ അവിടെ വെച്ചേക്കുന്നു, ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നു, മൈക്ക് ഓൺ ആണെങ്കിലും മതിയില്ല. അല്ലെങ്കിൽ ഇത് സ്പീക്കർ ആണെങ്കിൽ മാത്രം മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ, അല്ലാതെ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കാമല്ലോ. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ സാധനം പേരൻസിന് മനസ്സിലാവത്തില്ല. ഇതിന്റെ അകത്ത് പേരൻസ് മുതൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കൂടുതൽ ഇതിന്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളെ കുറിച്ചും സംസാരിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങും. ഇതിന് മീഡിയ തന്നെയാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള മീഡിയയിലൂടെ ഇതിന്റെ ഇതെന്താണെന്ന് ആദ്യം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം ഇതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അത് ബാക്കിയുള്ള എന്താ പറയുക ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലോ എന്താ പറയാ അറിയാലോ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓരോ ഗ്രൂപ്പിൽ കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനെ ക്ലിയർ ചെയ്ത് വിടുക. തിരിച്ചു വരാം. ആക്ച്വലി ഇവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, ഈ ക്ലബ് ഹൗസിന്റെ സാധ്യതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തണം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഒരു ക്ലബ് ഹൗസ് ആക്റ്റീവായി അല്ലെങ്കിൽ മെമ്പർ ആകുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇതിൻ്റെ അഡിക്ഷൻ വളരെ വലുതാണ്. ഇത് വളരെ ക്ഷണനേരം കൊണ്ട് തന്നെ നമ്മൾ ഈ ആപ്പിൻ്റെ ഒരു സന്തോഷം അറിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആകുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സമയപരിധി നിശ്ചയിക്കുകയോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ സാധിക്കുക? ഈ പറഞ്ഞ മാതിരി അഡിക്ഷൻ ഇതിന്റെ വലിയൊരു ഡ്രോബാക്ക് ആണ്. കാരണം വൺസ് നമ്മളിപ്പോ ഒരു മോഡറേറ്റർ ആയില്ലെങ്കിൽ വൺസ് നമ്മളെ കേൾക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒബ്വിയസ്ലി സംസാരിക്കാനാണ് ആൾക്കാർക്ക് ലിസൺ ചെയ്യുന്നതിന് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പൊ ഞാൻ എന്തോ വലിയ സംഭവമായി എന്ന് ചിലപ്പോൾ തോന്നുന്ന ഒരു ഫീല് നമുക്ക് ഒരു സ്റ്റേജിൽ വരും. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ തന്നെ റൂം ക്രിയേറ്റ് ചെയ്യുക, റൂംസിൽ സംസാരിക്കുക, അങ്ങനത്തെ രീതിയിലേക്ക് വരും. അപ്പൊ അഡിക്ഷന്റെ എക്സ്ട്രീം അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇൻസോംനിയൊക്കെ ഇതിന്റെ വലിയൊരു അഡിക്ഷൻ ആണ്. ഇതിന്റെ ഡ്രോബാക്ക്. കാരണം രാത്രി 1 മണി 2 മണി 3 മണിക്കൊക്കെ വളരെ സജീവമായ ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ 1K ഒക്കെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊന്നും ഉറക്കമില്ല. അവർ തന്നെ പറയുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഈ ടോപ്പിക്കിനെതിരെ എനിക്ക് സംസാരിക്കാതെ ഞാൻ എങ്ങനെ എക്സാക്ട്ലി അത് തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തോണ്ടേ ഇരിക്കുക, എനിക്ക് പറയണം, പറഞ്ഞവരെന്നെ പിന്നെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ യൂത്തിനെ ഇതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. കാരണം ഒന്നാമത്തെ നമ്മൾ ഡിസൈഡ് ചെയ്യുക നല്ല ഗ്രൂപ്പ്സിൽ മാത്രം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ടൈമും എനർജിയൊക്കെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ നല്ല കാര്യത്തിന് വേണ്ടി ആയിക്കൂടെ എന്ന് അവർ സ്വയം തീരുമാനിക്കാം. രണ്ടാമതായിട്ട് കുട്ടികളുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും പാരന്റ് ലോക്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ ഫോണിൽ. അതായത് ഇപ്പൊ സ്വയം പാസ്വേഡ് ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഫോണിന്റെ. അപ്പൊ പാരന്റ്സിന് ആർക്കെങ്കിലും ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞ് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് പാസ്വേഡ് ഒക്കെ ഇട്ട് വെക്കാം. അതിനുശേഷം ഇവരോട് പറയാതിരിക്കുക. അപ്പൊ എപ്പോ അവർക്ക് ആപ്പ് ഓപ്പൺ ഒരു പ്രത്യേക IAS ഉദ്യോഗസ്ഥന് ഒരു ക്ലാസ് ഈ പറയുന്ന ക്ലബ് ഹൗസിൽ എടുക്കുന്നു, അങ്ങനെയെങ്കിൽ പേരൻസും ആ കൂടെ ഇരുന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കട്ടെ, അങ്ങനെ ചിന്തിച്ചുകൂടെ? അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പറയുന്ന മാതിരി പാരന്റ്സിന് ഒന്നാമത് ഇത്രയും മാത്രം സമയം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഒരു കാര്യം. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഹൗസ് ഒക്കെ വരുമ്പോൾ വല്ലപ്പോഴും മാത്രം കയറി വരുന്ന രീതിയിലാണ് പാരന്റ്സ് കുട്ടികളുടെ അത്ര എഡ്യൂക്കേഷനിൽ പോലും ഇൻവോൾവ് ആവുന്ന ഇന്നത്തെ കാലത്ത്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ചേർച്ചിന്റെ കീഴിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുടെ അണ്ടറിലൊക്കെ നമുക്ക് ബോധവൽക്കരണം കൊടുക്കാം. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നത് പാരന്റ്സിന് തന്നെയാണ്. പക്ഷെ അവർക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ, തങ്ങളുടെ മക്കൾ എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് അവർ ആദ്യം അറിയണ്ടേ. അവരും തുടങ്ങട്ടെ ക്ലബ് ഹൗസ് എന്നേ നമുക്ക് പറയാൻ പറ്റും. എന്നാലാണ് നമ്മുടെ കുട്ടികൾ എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമുക്ക് ബോധവൽക്കരണം മാത്രം എന്ന് പറയുമ്പോൾ എന്റെ മോള് സംസാരിക്കണം, അപ്പൊ അതിനെ എൻകറേജ് ചെയ്യുന്ന പാരന്റ്സും ഉണ്ടാവില്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ നെഗറ്റീവായ കണ്ടന്റിന് മറുപടി കൊടുക്കുക, ആ നെഗറ്റീവായ കണ്ടന്റിന്റെ പുറകെ പോവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പോസിറ്റീവ് കണ്ടന്റ് കൊണ്ട് അവിടെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണോ? എന്താണ് അങ്ങനെയുള്ള ഒരാശയത്തോടുള്ള നിലപാട്? നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റിന് മറുപടി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. കാരണം പക്ഷെ എല്ലാവരുടെ ആശയങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവർക്കും
ഭിന്നതകൾ ഉണ്ടാവും. പക്ഷെ ചില പൊതുവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുക തന്നെ വേണം. കാരണം കേട്ട് എത്ര നേരം നമ്മൾ ഇവർ പറയുന്ന ബ്ലണ്ടർ ഒക്കെ കേട്ടിരിക്കും. അപ്പൊ നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്ക് മറുപടി കൊടുക്കാം. മറുപടി പറയാൻ പറ്റുള്ളൂവെങ്കിൽ ആ മോഡറേറ്റർ അനുവദിച്ചാൽ മാത്രമല്ലേ സാധിക്കൂ. അനുവദിക്കണം. അതെ, അതും ഒരു വലിയൊരു കാര്യമാണ്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. കാരണം എനിക്കിപ്പോ ഒരു ടോപ്പിക് ഇഷ്ടമാണ്, ഞാൻ കുറച്ചുപേരെ കൂട്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ എന്റെ മോഡറേറ്റർ, ഞാൻ ആരെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല സംസാരിക്കാൻ. അക്സെപ്റ്റ് ചെയ്യുന്നവര് പറഞ്ഞു വിടുന്നു, ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ അത് എന്റെ മാത്രം കുത്തകയായിട്ട് മാറും. അതും ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് വൺസ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയണം തന്നെ ഞാൻ പറയത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഒരുപാട് നെഗറ്റീവിന്റെ പുറകെ പോവാതെ നമുക്ക് റൂം ക്രിയേറ്റ് ചെയ്യാലോ, എന്തോരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഗ്രൂപ്പിൽ വന്നാലാണ് അതിലെന്താ നടക്കുന്നുള്ളൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കുറെ പേരൊക്കെ ഈ പ്രപ്പോസൽ ഗ്രൂപ്പിലൊക്കെ ചെന്ന് പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിലേക്ക് ലീഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷെ അത് പ്രായപൂർത്തിയായവർക്ക് മാത്രം. അല്ലാത്തവരുടെ കാര്യത്തിൽ നിയമപരമായിട്ട് നമ്മൾ കർശനമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ കെ എം ആന്റണി, IPS, ഇവിടെ ഈ ദിവസങ്ങളിലെ ക്ലബ് ഹൗസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവിടെ പല ഗ്രൂപ്പുകളിലും തീവ്രവാദത്തിന്റെ സ്പേസ് ഉണ്ട്, ലവ് ജിഹാദിന്റെ പ്രശ്നങ്ങളുണ്ട്, ചില ഗ്രൂപ്പുകളിൽ കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, പെൺവാണിഭത്തിനുള്ള വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പുകളുടെ ഒരു സാധ്യതയാണ്. ഇത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒന്നും ഇല്ലാത്ത കാര്യമല്ല. പക്ഷെ പുതിയ സാധ്യതകൾ വരുമ്പോഴേക്കും അതിന്റെ സാധ്യതകൾ അക്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളും അല്ലെങ്കിൽ സൈബർ ഡോം ഉൾപ്പെടെയുള്ള സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ കൂടുതലായിട്ടുള്ള അവയർനെസ് കൊടുക്കുകയും ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെയുള്ള കുറെ കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ കേരള പോലീസിന്റെ ഒക്കെ സജീവമായ ഇടപെടൽ വരുമ്പോഴാണല്ലോ, അങ്ങനെയല്ലേ നമുക്ക് ഈ വിഷയത്തിൽ കുറെ കൂടി ജാഗ്രത സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതെ, എല്ലാ മാധ്യമവും പോലെ തന്നെ ഇതിനും അതിൻ്റെതായ അപകടാവസ്ഥയുമുണ്ട്, അതുപോലെ തന്നെ ഇതിൽ നല്ലതുമുണ്ട്, നന്മയുമുണ്ട്. ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ അപ്പോൾ അതിനെ പോസിറ്റീവ് ഘടകങ്ങളെ മാത്രം നമ്മൾ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വളരെ പ്രയോജനകരവുമാണ്. കാരണം നമ്മൊന്നും കാണാതെ തന്നെ നമ്മൾക്ക് കേൾക്കുകയാണ്, ഇതിനകത്ത് കേൾവി മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞതുപോലെ മറ്റ് തീവ്രവാദമോ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിന് നടപടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് പിന്നെ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ചെല്ലുകയാണ്. അപ്പം നമുക്ക് അറിയാനൊക്കില്ല നമ്മൾ ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ്, എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വൈകിയായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പം നമ്മൾ അറിയപ്പെടാതെ തന്നെ നമ്മൾ അതിലേക്ക് തന്നെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഇതിനകത്ത് അവയർനെസ് ആണ് ആവശ്യം. മറ്റ് ഏതൊരു മീഡിയ പോലെ തന്നെ ഏത് വേണം അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടിയുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇതിനെ നോക്കേണ്ടത്. പിന്നെ ഇതിനെ നിരോധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മറ്റു മാധ്യമങ്ങൾ പോലെ തന്നെയേ ഉള്ളൂ ഇതും. അപ്പോൾ നിരോധിക്കുക എന്ന് പറയുമ്പം അത് ഭരണഘടനാപരമായിട്ട് സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ലംഘനമാണ്. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കടക്കുമ്പോൾ അല്ലെങ്കിൽ നിയമലംഘനമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ദോഷമായിട്ടോ അല്ലെങ്കിൽ മറ്റേതൊരു ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം അത് നിരോധിക്കുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ മീഡിയ കോഡ് ഓഫ് കണ്ടക്ട്സ് ഒക്കെ വരുമ്പോഴേക്കും അത് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോഴേക്കും ഈ ആപ്പുകൾക്ക് കുറെ കൂടി അക്കൗണ്ടബിൾ ആവുകയും അങ്ങനെ നോക്കുമ്പോൾ ഒരു രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലുള്ള ഒരു സെമി ആയിട്ടുള്ള നിയന്ത്രണം അങ്ങനെ ഉണ്ടായാൽ അത് നല്ലത് തന്നെയാണെന്ന് കരുതാം. അല്ല, ഇതിനകത്ത് ഇപ്പം ഈ നിയന്ത്രണവും വേണം, അതുപോലെ തന്നെ ലിബർട്ടിയും വേണം. ഇത് രണ്ടും തമ്മിലുള്ളൊരു ഇക്വിലിബ്രിയം പോയിന്റാണ്, അല്ലെങ്കിൽ ഒരു സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ്. എപ്പോഴും അത് തമ്മിലിങ്ങനെ ഉരസിക്കൊണ്ടിരിക്കും. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീഡമാണ് ആവശ്യം. അവർക്ക് സ്വതന്ത്രമായിട്ട് പൗരനെ ഇതിനകത്ത് ഇടപെടുത്താനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കാനും ഉള്ള ആ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് വേണമെന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ വിടുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു സമൂഹത്തിന് ഒരു സംസ്കാരത്തിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് തമ്മിൽ എപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്തുകയല്ല, ഇത് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡാറ്റ നമ്മളൊരു ശേഖരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തിരിച്ച് ഒരാവശ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടായി ഒരു കോടതിയിലേക്കോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയോ ആവശ്യപ്പെടുമ്പോൾ അവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണോ? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമുക്കിത് ഇതിൽ അറിയേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും.
ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ ചർച്ചയുടെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇനി ക്ലബ് ഹൗസ് ഇല്ലാത്ത ഒരു സോഷ്യൽ മീഡിയ ഒരു പക്ഷേ അങ്ങ് പോലും അഡിക്റ്റായി മാറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. അങ്ങനെയെങ്കിൽ ഈ ക്ലബ് ഹൗസ് ഇല്ലാത്തൊരു സോഷ്യൽ മീഡിയ ഒരു പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല. ഇവിടെ ആരോ പറഞ്ഞതുപോലെ ലോക്ക്ഡൌണിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. എന്നാൽ പോലും ഈ ക്ലബ് ഹൗസിൽ മലയാളി അങ്ങ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണ് വഴി? ജാഗ്രതയോടെ ഇത് ഉപയോഗിക്കുക എന്നത് മാത്രമല്ലേ, അതോ നിയന്ത്രണങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മിഡിൽ പാത്താണോ ഇതിന് നമ്മുടെ മുമ്പിലുള്ളത്, സർക്കാരിന്റെ മുമ്പിലും? എല്ലാ കാര്യത്തിലും ഒരു മോഡറേഷനും മിഡിൽ പാത്തും ആവശ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ കേൾക്കുന്നതാണ്. അതായത് ഒരു കത്തി കള്ളന്റെയിൽ കുത്താനുള്ള ഉപകരണവും അത് തന്നെ ഒരു ഡോക്ടറിന്റെ അത് ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണവുമാണ്. അപ്പൊ ഇത്തരം എല്ലാ ടെക്നോളജിയും പലപ്പോഴും വാല്യൂ ന്യൂട്രലാണ്. ടെക്നോളജിക്ക് എങ്ങനെ മൂല്യാധിഷ്ഠിതമായ ഒരു ബിഹേവിയർ ഇല്ല. സയൻസ് ആൻഡ് ടെക്നോളജി മുഴുവൻ എങ്ങനെയാ പോകുന്നത്? ആ ടെക്നോളജിക്കും സയൻസിനും മൂല്യം കൊടുക്കേണ്ടത് നമ്മളാണ്. അതിനെ മാനവിക മൂല്യങ്ങൾ, പരമാവധി ആൾക്കാരുടെ ഗുണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരും. അപ്പം ക്ലബ് ഹൗസ് ഇഫക്റ്റീവ്ലി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയട്ടെ. കൂടുതൽ ആൾക്കാരിലേക്ക് ഇൻഫർമേഷനും ഇന്റർപ്രിട്ടേഷനും എത്തട്ടെ. ഒരു മോഡറേഷൻ ഉണ്ടാകട്ടെ. ഒറ്റ കാര്യത്തിൽ നിർത്താം. എതിർ സ്വരങ്ങളും വ്യത്യസ്ത സ്വരങ്ങളും എന്നും ഉണ്ടാകും. ആ ബഹുസ്വരങ്ങളെ വൈരുദ്ധ്യങ്ങളല്ല, അവ വൈവിധ്യങ്ങളായി കണ്ട് മഴവില്ലിന്റെ അഴക് പോലെ കോർത്തിണക്കാനാകുമ്പോഴാണ് എല്ലാ രാജ്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അത് ആലങ്കാരികമായ, സാങ്കല്പികമായ, കാൽപ്പനികമായ, റൊമാൻറ്റിക് ആയ ഐഡിയ അല്ല. അത് പ്രായോഗികമായി നമുക്ക് ജീവിതത്തിൽ ഹാർമണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് ഏതൊരു രാജ്യവും മുമ്പോട്ട് പോകുന്നത്. അമേരിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ബാക്കി രാജ്യങ്ങളും. ആ സന്തുലനവും സമവായവും സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ സംവാദങ്ങളും ഉണ്ടാകട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ സംവാദങ്ങളിൽ നിന്നും ചൂടിനേക്കാൾ ഏറെ കൂടുതൽ വെളിച്ചവും പരസ്പര ഊഷ്മളതയും ഉണ്ടാകട്ടെ. അതാണ് പ്രാർത്ഥന. നന്ദി. ശ്രീ അരുൺ ടോം, ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്താണ് അങ്ങേക്ക് പറയുവാനുള്ളത്? ഇതിനകത്ത് ഞാനൊരു കുറച്ച് കാര്യം കൂട്ടിച്ചേർക്കാൻ വിചാരിച്ചു. ഇപ്പം ആദ്യമേ പറഞ്ഞല്ലോ, അവർക്ക് നല്ല സബ്ജക്റ്റിന്റെ അകത്തേക്ക് മാത്രം അങ്ങനെയുള്ള റൂമിലോട്ട് മാത്രം കയറുക, അല്ലാത്തടത്തേക്ക് കയറാതിരിക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ട്രാപ്പ് ചെയ്ത് വിളിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് പ്രണയിക്കാന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇപ്പൊ യങ്സ്റ്റേഴ്സ് നമുക്ക് പ്രണയിക്കാന്നൊരു ഗ്രൂപ്പ് കിടപ്പുണ്ട്, കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ ആ വെച്ചിട്ട് അവര് നമുക്ക് പ്രണയിക്കാന്നുള്ള ഗ്രൂപ്പിലൂടെ ചേർത്ത് ഏറ്റവും നല്ലത് കേരള രാഷ്ട്രീയം ചരിത്രം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ പക്ഷെ അങ്ങോട്ട് പോകത്തില്ല. സപ്പോസ് ഇനിയിപ്പം അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അവന്റെ മനസ്സ് കിടക്കുന്നത് നമുക്ക് പ്രണയിക്കാന്ന് പറഞ്ഞതിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഹെഡിങ്ങിലാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ കാണിക്കുന്ന പോലെ ഹെഡിങ് വായിക്കുമ്പോൾ സ്വാഭാവികത്ത് എന്താണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ക്ലിക്ക് ചെയ്താൽ അതാണല്ലേ. അത് തന്നെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് ആള് കയറി പോകും. ഇത് കയറി ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നതെന്ന് കരുതി വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നു. ചർച്ചയ്ക്ക് ഇരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. പക്ഷെ അങ്ങനെയല്ലോ അരുൺ. ഇവിടെ ചർച്ചയ്ക്ക് നമ്മൾ വെറുതെ അതിനകത്ത് ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും അതിൽ നമ്മൾ കയറിയാൽ ഇന്ന ഐഡിയോളജി ഒരാള് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്നയാള് ഈ പക്ഷമായിരിക്കും, ഈ തീവ്ര ചിന്താഗതിക്കാരനായിരിക്കും, അങ്ങനെ ഒരു ലേബലിങ്ങും അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ലേബലിംഗ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സംഭവിക്കുന്നത് ഉണ്ട്. ലേബലിംഗ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, ചർച്ചയിൽ അങ്ങനെ കയറുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയാതിരുന്ന വർഗീയ ചർച്ചകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് ഓപ്പൺ റൂമിനകത്ത് നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇപ്പൊ ക്ലോസ് റൂമിനകത്ത് സ്വാഭാവികമായിട്ട് നടക്കും, ഉറപ്പാണ്. കാരണം നമുക്കറിയത്തില്ല, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് അറിയത്തില്ല. സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടെന്ന് 100% ആണ്. കാരണം വെച്ചാൽ ഓപ്പൺ റൂം നടത്താമെങ്കിൽ പിന്നെ ക്ലോസ് റൂം നടക്കാതിരിക്കും. സ്വാഭാവികമായിട്ട് ഇതിന്റെ ക്ലോസ് റൂമിൽ നിന്നുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ടായിരിക്കും ഓപ്പൺ റൂം തുറന്നു വിടുന്നത്, തുറക്കാനുള്ള സാധ്യത. അപ്പം ഇതിനകത്ത് ഞാൻ കണ്ടു വെച്ചാൽ ഇപ്പം ബ്ലാക്ക് മാസ് ആയിക്കോട്ടെ, കഞ്ചാവിന്റെ വിൽപ്പന ആയിക്കോട്ടെ, ബാക്കിയുള്ള ഈ പറയുന്ന പെൺമാസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് നടക്കുന്ന പറഞ്ഞാൽ എല്ലാം ക്ലോസ് റൂമിന്റെ അകത്താണ്. ഓപ്പൺ റൂമിനകത്ത് നമ്മൾ കയറുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ഇവർ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് വന്ന് കയറിയിരിക്കുന്ന ആളുകളുടെ പ്രൊഫൈല് കാര്യങ്ങളെല്ലാം അതെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ട് ഇവര് നമ്മളെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യും ക്ലോസ് റൂമിലോട്ട്. അപ്പൊ നമ്മൾ ക്ലോസ് റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറലോകമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല അവരുമായിട്ട്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മാസിന്റെ ഞാൻ ബ്ലാക്ക് മാസിന്റെ ഒരു ഗ്രൂപ്പിൽ കയറിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിതുപോലെ തന്നെ ഈ പാരനോർമൽ ആക്ടിവിറ്റീസ് കണ്ടിട്ടാണ് ഞാനത് കാണുന്നത്. അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ അത് ഇതിനകത്ത് എന്നാ പറയണേ, എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉള്ളിൽ കയറിയതാണ്. ഏകദേശം 2 മണിക്കൂറോളം അതിനകത്ത് ഇരുന്ന ശേഷം ഇവരെന്നെ ക്ലോസ് റൂമിലോട്ട് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഞാൻ അന്നേരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ക്യൂരിയോസിറ്റിയിൽ ഞാൻ രാത്രി 12 മണിക്ക് ഈ ക്ലോസ് റൂമിൽ കയറിയിട്ട് 9 മണിക്കാണ് ഞാൻ ചർച്ച. അത്രയും സമയം അതിനകത്ത് എന്തായിരുന്നു ചർച്ച? ഈ കറഞ്ഞ കാര്യങ്ങളായിരുന്നോ? ഈ വെളുപ്പിനെ വരെ ഇത്രയും മണിക്കൂർ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അത്ര സ്ട്രേഞ്ച് ആയ കാര്യമല്ലേ?
അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ പലവണ വിചാരിച്ചു ഇറങ്ങണം, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, ആ ചർച്ച അങ്ങനെ അഡിക്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കും. അതിനകത്ത് പറയുന്ന വെച്ചാൽ നമ്മള് എന്താ പറയാ, നമ്മൾ സാധാരണ ഇപ്പം ബ്ലാക്ക് മാസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മതി നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനമല്ല എന്റെ സംസാരിക്കും. അവര് സാത്താന്റെ റൂൾസും അതുപോലെ ഓരോ എനർജിയെ കുറിച്ചുള്ള സംഭവങ്ങളും കാര്യങ്ങളും, പിന്നെ ഇതൊക്കെ എവിടെയുണ്ട്, ആളുകൾ എവിടെയുണ്ട്, മീൻസ് ഇതിനെ നമ്മുടെ അടുത്തോടെ ഒരു പാസ് പോയാൽ നമുക്ക് എങ്ങനെ ഇത് അറിയാൻ പറ്റും, അങ്ങനെയുള്ള ഇവരെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അത് കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടും. ഇവരൊരിക്കലും പറയുന്നില്ല നമ്മളോട് അതിന്റെ അകത്തേക്ക് വന്ന് ചേരുന്നു അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇവരെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവർ നടത്തുന്നത്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജാഗ്രത ഇല്ലെങ്കിൽ ചതിക്കുഴികൾ കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ് അരുൺ. ജാഗ്രത, നല്ല ജാഗ്രത വേണമെന്നാണ് ഞാൻ പറയുന്നത്. ചെറിയ ജാഗ്രത പോരാ, നല്ലപോലെ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ. എന്നാലും ചിലപ്പോൾ വന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, വളരെ വളരെ ഗൗരവമായ കാര്യമാണ്. അവരുടെ കണ്ണികൾ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വേണമെങ്കിൽ അവർ നമ്മുടെ വീട് വരെ അവർ കണ്ടുപിടിച്ചു കളയും. അതുപോലെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള കണ്ണുകളാണ് അതിന്റെ പുറകിലുള്ളത്. ശരി, വളരെ വളരെ ഗൗരവമായ കാര്യമാണ് അരുൺ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും അവസാനം ഒറ്റ വാക്കിൽ ആഷ്ലി. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നല്ല ഒരുപാട് ഗ്രൂപ്പ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഇത് വെറും ആരംഭശൂരത്വം മാത്രമായി പോകരുത്. ഇവരിത് കണ്ടിന്യൂ ചെയ്യുക. നല്ലതായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്തുന്ന ഗ്രൂപ്പ് ഉണ്ട്. അവരത് ഇതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. അല്ലാതെ ഒരു ഫോർ ടൈം ബീങ് മാത്രം ആവരുത് എന്നൊരു റിക്വസ്റ്റും പോസിറ്റീവായ ഗ്രൂപ്പുകൾ, അവരുടെ നല്ല ചർച്ചകൾ നടക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാകണം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ്, ഇപ്പൊ അരുൺ സാർ പറഞ്ഞ മാതിരി ഞാൻ ബ്ലാക്ക് മാസ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ആദ്യം ഓപ്പൺ ഗ്രൂപ്പിൽ ചെന്നു, പിന്നെ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ വന്നു. ചിലപ്പോൾ നാളെ പറയാൻ പോകുന്നത് കണ്ടില്ലേ, ഇത്തരത്തിലൊരു സാമൂഹിക പ്രവർത്തകൻ, മാധ്യമ പ്രവർത്തകൻ ബ്ലാക്ക് മാസിന് അഡിക്റ്റ് ആണെന്നുള്ള രീതിയിൽ വരാനുള്ള സാധ്യത. അല്ല, ഞാൻ പേടിപ്പിച്ചതല്ല, പോസിബിലിറ്റീസ്. അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന, കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് യുവജനങ്ങൾ മാത്രമല്ല അത് യൂസ് ചെയ്യുന്നവർ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷെ നാളെ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് പുറത്തു വരുമ്പോൾ നിങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ആള് എന്നുള്ള രീതിയിലായിരിക്കും പുറത്തു വരുന്നത്. അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടണ്ട എന്ന് മാത്രം പറയാനുള്ളൂ. തീർച്ചയായും അത് എല്ലാവർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ക്ലബ് ഹൗസ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ സാധ്യതകളുടെ വലിയ വാതായനങ്ങളാണ് നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. എന്നാൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ ചതിക്കുഴികളിലേക്കായിരിക്കും നമ്മൾ നിബന്ധിക്കുക. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് KM ആന്റണി, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ അരുൺ ടോം, ആഷ്ലി ഫ്രാൻസിസ്, 4 പേർക്കും നന്ദി.